ഹലോ മക്കളെ, എല്ലാവർക്കും തന്നെയല്ലേ? നോമ്പെല്ലാം തുറന്ന ഇന്നത്തെ എൻ്റെ നോമ്പ് തുറ വിശേഷമാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. അങ്ങനെ അൽഹംദുലില്ലാ 5-ാമത്തെ നോമ്പ് തുറയും സന്തോഷത്തോടു കൂടി നമുക്ക് അള്ളാഹ് തുറക്കാനുള്ള അനുവാദം തന്ന് ഇനി ബാക്കിയുള്ള നോമ്പ് നല്ലോണത്തിൽ നോക്കാനും തുറക്കാനുള്ള ആയുസ്സും ആരോഗ്യവും ആഫിയത്തും അള്ളാഹ് നമുക്ക് എല്ലാവർക്കും തരട്ടെ. അങ്ങനെ ഷോപ്പിൽ നിന്നെല്ലാം വന്നിട്ട് നേരെ കിച്ചണിലേക്ക് ഇറങ്ങിയ ഒരു ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ എന്തെല്ലാം ഉണ്ടാക്കിയെന്ന് ഇന്ന് കാണിച്ചു തരാം. ഇതെല്ലാമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത്. പിന്നെ നിങ്ങളെല്ലാം നോമ്പെല്ലാം തുറന്നാൽ അപ്പോൾ ചൂടെല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു മക്കളെ? ഭയങ്കര ചൂടല്ലേ ഇന്ന്. ഞങ്ങളുടെ നാട്ടിൽ ഇന്ന് കുറച്ച് ചൂട് കൂടുതൽ തന്നെ ഉണ്ടായിരുന്നത്. വൈകിട്ട് ഒരു 5 മണി 5:30 മണിയാകുമ്പോൾ തന്നെ തൊണ്ടയെല്ലാം ഉണങ്ങിയിട്ട് എന്തും കഴിയാത്തൊരവസ്ഥയായിട്ടുണ്ടായിന്. ഇപ്പോൾ അൽഹംദുലില്ലാ നോമ്പെല്ലാം തുറന്നിട്ട് സന്തോഷത്തിലായി. പിന്നെ നോമ്പ് തുറന്നിട്ട് വേറെന്ത് കുടിക്കാനൊന്നും കഴിയുന്നില്ല. ആ ജ്യൂസ് കുടിച്ചിട്ടാകുമ്പോൾ തന്നെ നമ്മളെ വേറെല്ലാം പറഞ്ഞിട്ട് വീർപ്പിട്ടിട്ട് എവിടെയെങ്കിലും പോയിട്ട് കിടന്നറാന്ന് വിചാരിക്കുന്നൊരു അവസ്ഥയിലാണുള്ളത്. എന്നാലും എളുപ്പത്തിൽ നമുക്ക് 5 നോമ്പ് അള്ളാഹ് ആക്കി തന്നിട്ട് ബാക്കിയുള്ള നോമ്പ് അങ്ങനെ വലിയ ബുദ്ധിമുട്ടും കയ്യായത്തും അസുഖമൊന്നും ഇല്ലാണ്ട് നമുക്ക് എല്ലാവർക്കും നോമ്പ് നോക്കിയിട്ട് എത്തിച്ചിടാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു. പിന്നെ നിങ്ങളുടെ പെരുന്നാളിൻ്റെ ഡ്രസ്സ് എടുക്കാനെല്ലാം പോയി ആ പെരുന്നാളിൻ്റെ ഡ്രസ്സെല്ലാം എടുത്താൽ അപ്പം ഞങ്ങളിങ്ങോട്ടെല്ലാം നോമ്പിന് മുന്നേ തന്നെ പെരുന്നാളിൻ്റെ ഡ്രസ്സെല്ലാം കുറേ ആൾ പോയിട്ട് എടുത്തിട്ട് വന്നിന്. ഈ ചൂട്ടിൽ നോമ്പ് നോക്കിയിട്ട് ടൗണിലേക്ക് പോകാനൊന്നും കയ്യാറിഞ്ഞിട്ട് നോക്കിയെങ്കിൽ അതന്നെ നല്ലത്. അപ്പം ഇന്ന് നോമ്പ് തുറക്കാൻ കാരക്ക, ഈത്തപ്പഴം, വെള്ളം, കുറച്ച് മുസുമ്പി മുറിച്ച് വെച്ചിന്, കുറച്ച് ഉള്ളി വജ ചുട്ടിന്, പിന്നെ ബ്രെഡിൻ്റെ ഉള്ളിൽ മസാല വെച്ച് നിറച്ചത്, പിന്നെ ചീസ് ചിക്കൻ ബോൾ ഭയങ്കര ടേസ്റ്റുള്ള റെസിപ്പി, പിന്നെ 2 സമോസ എണ്ണക്കിട്ട് അത് പിന്നെ എല്ലാവർക്കും വേണ്ട ഇവിടെ, പിന്നെ കുറച്ച് കോഴി കാച്ചത്, പിന്നെ ഷമാമ് പാലിട്ടത്, പിന്നെ കുറച്ച് ബത്തക്കാൻ്റെ ജ്യൂസ് അടിച്ച് വെച്ചിന്, പിന്നെ നമ്മളെ സാധാരണ കസുകസും കായ്ഞ്ഞോണ്ടിയ സർബത്ത്. അപ്പോൾ അത് എല്ലാവർക്കും എപ്പം വേണം. ബാക്കി എന്തില്ലെങ്കിൽ വലിയ കുഴക്കമൊന്നുമില്ല. പിന്നെ ഇത്രയെല്ലാം ചൂടിന് തടിയിലത്തെ വെള്ളം കുറഞ്ഞുകൊണ്ടാലിട്ട് 2-3 ജ്യൂസാക്കും. ഒന്നെന്നെ കുടിക്കുമ്പോൾ നമുക്കൊരു പിടിച്ചൽ പോലെ ആയിപ്പോന്ന്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നോമ്പിന് നല്ലോണം വെള്ളം കുടിച്ചോളണം മക്കളെ. നോമ്പ് നോക്കിയിട്ടും അത്താഴത്തിന് എണിച്ചിട്ടും അങ്ങനത്തെ മേസരപ്പെട്ട ചൂടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ തടിയിലത്തെ വെള്ളം പറ്റി പോകും. അതേപോലെ കുഞ്ഞുമക്കളെല്ലാം നോമ്പ് നോക്കുന്നെങ്കിൽ ഓർക്ക് നല്ലോണം ജ്യൂസെല്ലാം കൊടുത്തത്. ചെറിയ മക്കളെ കൊണ്ട് നല്ലോണം നോമ്പ് നോക്കിച്ചില്ലാങ്കോ. ഞാനും ചെറിയപ്പോഴേ നോമ്പ് നോക്കിക്കും. അപ്പോൾ നമുക്ക് എന്തോ ഒരു വാശി പോലെ പുള്ള നോക്കുമ്പോൾ എന്തോ ഒരു പാങ്ങ്. ഇപ്പം ഒന്നിരിക്കും നിങ്ങത്തെ ചൂട്ടിന് നോക്കിയില്ലാങ്കാവുന്ന്. ടേബിളെല്ലാം കൊണ്ടുവച്ച് നോമ്പ് തുറക്കാൻ 2 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ. ജസാക്കല്ലാഹ്.